വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്ന് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കാണുന്നത്. വളരെ പോപ്പുലറായിട്ടുള്ള ആലു പറാട്ട. അപ്പോൾ ആലു പറാട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പറാട്ട ഉണ്ടാക്കണം. പറാട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 2.5 കപ്പ് ഗോതമ്പ് പൊടി. ഇതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇതിലേക്ക് 1 കപ്പ് വെള്ളം. പറാട്ട ഉണ്ടാക്കുമ്പോൾ ആലു പറാട്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സോഫ്റ്റായി പോകരുത്, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് ഈ അളവിൽ ചെയ്യുവാണെങ്കിൽ കറക്റ്റ്. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. നമ്മളിവിടെ എടുത്തേക്കുന്നത് 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത്. അതിലേക്ക് 1 കപ്പ് നിറച്ച് വെള്ളം എടുത്തു. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഒരു 3/4 ഒഴിക്കുക. നമ്മൾ കുഴയ്ക്കുമ്പോൾ അറിയാം, നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയാണ്. അതിൽ ഇച്ചിരി ഫേമറായിട്ട് നമ്മൾ എടുക്കുന്നത്, അത്രയും സോഫ്റ്റായിട്ടല്ല എടുക്കുന്നത്, ഇച്ചിരി ടൈറ്റ് ഡോ ആയിരിക്കും. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യും, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഓക്കെ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. നമ്മൾ നോക്കിയാൽ നല്ല ഫേം ഡോ കേട്ടോ. ഇത് കുറച്ച് ഗീയും കൂടെ അപ്ലൈ ചെയ്യുക, മേലൊന്ന് റബ്ബ് ചെയ്യുക. ഗീയോ ഓയിലോ റബ്ബ് ചെയ്തിട്ട് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കുക. വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തേക്കുന്നേ, മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പറാട്ടയുടെ ഡോ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. അരമണിക്കൂർ മിനിമം വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. നമ്മൾ ആലു പറാട്ടയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആലു, പൊട്ടേറ്റോ. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ഏകദേശം 350 ഗ്രാംസ് വരും 3 പൊട്ടേറ്റോ. പൊട്ടേറ്റോ വേവിക്കുമ്പം എപ്പോഴും ചൂടോടെ നമ്മൾ എടുക്കാതിരിക്കുക, അത് എപ്പോഴും ബെറ്റർ. ആലു പറാട്ടയ്ക്ക് എപ്പോഴും ബെറ്റർ ഇത്തിരി ചൂടോടെ എടുക്കാതിരിക്കുന്നത് നല്ലത്. വേവിച്ചൊന്ന് കൂളായിട്ട് യൂസ് ചെയ്യുക. അതായത് മെയിൻലി വാട്ടർ കണ്ടൻറ്റ് അധികം വരണ്ട എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പൊട്ടേറ്റോസ് എല്ലാം നമ്മൾ ഫീൽ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മാഷർ വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. സ്മൂത്തായിട്ട് നല്ല ടെക്സ്ചറിൽ കിട്ടാനായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 1 ടീസ്പൂൺ ജിഞ്ചർ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ജിഞ്ചർ എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, അണിയൻ 1 സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ. ആംചൂർ പൗഡർ നമുക്കൊരു പുളിക്ക് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡ്രൈ മാംഗോ പൗഡറാണ് ആംചൂർ പൗഡർ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഒരു 1/8 ടീസ്പൂൺ ടർമറിക് പൗഡറും ചേർക്കാം. 1 ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ, അതൊന്ന് ഞെരടിയിടുക. ഇനി നമ്മുടെ ഫ്ലേവർ ബോംബ് മല്ലിയില ഒരു 2-3 ടേബിൾ സ്പൂൺ ഇടാം. അടുത്ത പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം അജ്വൈൻ. അപ്പോൾ അജ്വൈൻ ഇടുന്ന മെയിൻലി പൊട്ടേറ്റോ ആണല്ലോ, അപ്പോൾ നമുക്ക് വയറിന് ഒരു നല്ല സുഖത്തിന് വേണ്ടിയിട്ടാണ് അജ്വൈൻ ഇടുന്നത്. പ്ലസ് ഒരു ഫ്ലേവറുമാണ്. അതൊരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി. അതിനകത്തേക്ക് ആവശ്യത്തിന് സോൾട്ട്, ഇതെല്ലാം കൂടെ നന്നായിട്ട് റബ്ബ് ചെയ്യുക. നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഒട്ടും ലംസ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ അല്ലെങ്കിൽ പറാട്ടാസ് പരത്തുമ്പോൾ വലിയ വലിയ പീസസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട്, പറോട്ടാസ് ബ്രേക്ക് ആവാതിരിക്കാനായിട്ട് ഫൈൻ ആക്കുക. ഇതും റെഡിയായി, ഇത് മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിങ്ങും പറാട്ടയ്ക്കുള്ള ഡോവും റെഡിയായി. നമുക്കത് പറാട്ടാസ് ആക്കി എടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആദ്യം കുഴച്ച് വെച്ചതിനേക്കാളും ഇപ്പോൾ ഒത്തിരി സോഫ്റ്റായി ഡോ.
നമുക്കൊരു 8 ഡിവൈഡ് ചെയ്യാം. ഈ അളവിലൊരു 8 റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്, ഈ സൈസിൽ കേട്ടോ. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പരത്തുമ്പോൾ നടുക്ക് ഇച്ചിരി കട്ടി വെച്ചുകൊണ്ട് സൈഡ്സ് ഒന്ന് തിന്നറാക്കുക. നടുക്ക് ഇച്ചിരി കട്ടി കൊടുക്കുക, സൈഡ്സിലിങ്ങനെ തിന്നാക്കുക. ഫില്ലിങ് കൊടുക്കാം. ജോയിൻ ചെയ്യുക. ഇനി മാവിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. ഇതേപോലെ ബാക്കിയുള്ള ഡോയും കൂടെ ചെയ്യുക. അപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനൊരു 2 എണ്ണ ചെയ്യുന്നത്. അപ്പം അടുത്ത് ഇതുപോലെ ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്യുക, നല്ല ബോളാക്കുക. അതിനുശേഷം പൂരിയൊക്കെ പരത്തുന്ന പോലെ ഇച്ചിരി തിന്നറാക്കുക. നടുക്കധികം പരത്താതെ സൈഡ്സ് കൂടുതൽ തിന്നറാക്കുക. നല്ലൊരു സ്പൂൺ ഫില്ലിങ് കൊടുക്കുക. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാം കൂടെ ജോയിൻ ചെയ്യുക. അവിടെ നന്നായിട്ട് പിൻ ചെയ്യുക. എക്സസ് ഡോ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക. ഇതിപ്പോൾ എക്സസ് ഇല്ല, കറക്റ്റാണ്. മാവിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇങ്ങനെ ബാക്കിയുള്ള പറാട്ടാസും റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് ഓരോന്നും പറാട്ട ആക്കി എടുക്കാം. ചുടെ സ്പ്രെഡ് ചെയ്യണം, ചുടെ തിന്നാക്കണം. എപ്പോഴും നന്നായിട്ട് പൊടിയിടുക. ഈ ഒരു വണ്ണത്തിൽ നമ്മൾ പരത്തി, ഈ ഒരു തിക്നെസ്. ഇനി ഇത് ചുട്ടെടുക്കാം. നമുക്ക് ഒരു ചപ്പാത്തി കല്ല് ഹീറ്റ് ചെയ്യാം. പാൻ നന്നായിട്ട് ഹീറ്റായി ഇതിലേക്ക് പറാട്ട ഇടാം. അപ്പോൾ ആദ്യം നമ്മൾ പറാട്ട ഇടുമ്പോൾ നമ്മൾ എണ്ണ ഇടേണ്ട ആവശ്യമില്ല, ഒന്ന് തിരിച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. രണ്ട് സൈഡും നമ്മളൊന്ന് ടേൺ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ലാവിഷായിട്ട് ഗീ ഇടും. പറാട്ടയ്ക്ക് എപ്പോഴും രുചി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഗീയിൽ കുക്ക് ചെയ്യുന്നതാണ് രുചി. ഗീയോ ബട്ടറോ. നന്നായിട്ട് ഗീ ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക.
രണ്ട് സൈഡിലും ഗീ. അങ്ങനെ ആലു പറാട്ടസ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു. അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കേർഡും കുറച്ച് അണിയൻസും ചില്ലീസും നമ്മൾ വെച്ചേക്കുന്നത്. ഇതേപോലെ സെർവ് ചെയ്ത്. ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ, റൈറ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. ഈ ഗീ ഒക്കെ ഇത്രയും നമ്മൾ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ലതാണ്. പ്ലസ് നമ്മൾ ആ കറക്റ്റ് പ്രപ്പോർഷനിലാണ് നമ്മൾ അകത്ത് ഫില്ലിംഗ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.